ആകാശവാണി ദേവികുളം നിലയത്തിന്റെ 32ാം വാർഷിക ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. ആകാശവാണി ലോകത്തിലെ ഏറ്റവും വലിയ റേഡിയോ ശൃംഖലയുടെ ഭാഗം. ആകാശത്തിൽ നിന്നുള്ള ശബ്ദം എന്ന അർത്ഥത്തിൽ നൊബേൽ ജേതാവ് ടാഗോർ പ്രസാർ ഭാരതിക്ക് കീഴിലുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക റേഡിയോ പ്രക്ഷേപണ ശൃംഖലയ്ക്ക് പേരിട്ടപ്പോൾ ഇന്ത്യയുടെ തെക്കേയറ്റത്ത് കേരളത്തിൽ ആകാശവാണി എന്ന പേര് ഏറ്റവും യോജിക്കുന്ന ഒരു നിലയം ജനിക്കുമെന്ന് ആരും കരുതിയിട്ടുണ്ടാവില്ല. സമുദ്രനിരപ്പിൽ നിന്ന് 1600 മീറ്ററിലധികം ഉയരത്തിൽ പശ്ചിമഘട്ട മലനിരകളിൽ തെക്കിൻ്റെ കാശ്മീരായ മൂന്നാറിനോട് ചേർന്ന് തേയില തളിർത്ത് വസന്തം വിരിയിക്കുന്ന മരതക കുന്നിൻ്റെ ഉച്ചിയിൽ ഏലക്കാടിൻ്റെ സുഗന്ധം നിറച്ച് ആകാശത്തെ തൊട്ട് ശബ്ദിക്കുന്ന ഹൈറേഞ്ചിലെ ഏക FM നിലയമാണ് ആകാശവാണി ദേവികുളം സ്പൈസ് FM. ഫെബ്രുവരി 23 ദേവികുളം സ്പൈസ് FM ജന്മദിനം ആഘോഷിക്കുന്ന സുദിനം. തോട്ടം തൊഴിലാളികളുടെ വൈകുന്നേരങ്ങളെ വിനോദവേളകളാക്കാനും അവർ പോലും അറിയാതെ അവരുടെ സന്ധ്യകളിൽ വിജ്ഞാനം വിതറാനുമായി ആരംഭിച്ച സ്പൈസ് FMനെ മലയോര ജനത നെഞ്ചിൽ ചേർത്ത് 32ന്റെ നിറവിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ദേവികുളത്തു നിന്നും പ്രസരിക്കുന്ന FM തരംഗങ്ങൾ ലോകത്തിലെവിടെയും മുഴങ്ങുന്നു. ലോകമെമ്പാടുമുള്ള ശ്രോതാക്കളെ സന്തോഷിപ്പിക്കുക എന്നതാണ് ദേവികുളം നിലയം ശ്രോതാക്കൾക്ക് നൽകുന്ന സമ്മാനം. ആയിരത്തി 1990 ദേവികുളം ശ്രീമൂലം ലൈബ്രറി ഹാളിൽ അന്നത്തെ വാർത്താ വിതരണ പ്രക്ഷേപണ വകുപ്പ് സഹമന്ത്രി S. കൃഷ്ണകുമാറാണ് നിലയത്തിന് തറക്കല്ലിട്ടത്. 1993 പ്രസരണി സ്ഥാപിച്ചു. 1994 ഫെബ്രുവരി 23 നിലയത്തിൽ നിന്ന് ആകാശത്തെ തൊട്ട തരംഗങ്ങൾ ശ്രോതാക്കളോട് സംസാരിച്ചു തുടങ്ങി. ഭാഷകളുടെ വൈവിധ്യങ്ങളിൽ പരിപാടികൾ അവതരിപ്പിക്കാൻ ആകാശവാണിക്കുള്ള വൈദഗ്ധ്യം തന്നെയാണ് ദേവികുളം നിലയത്തിലെ തമിഴ് പരിപാടികളും. തമിഴ് വംശജർ ധാരാളമുള്ള ഇടുക്കിയിലെ ശ്രോതാക്കൾക്കായി തമിഴിനെ ചേർത്ത് നിർത്തി മലയാളത്തോട് കൈകോർത്ത് അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളായ തമിഴ് മാലൈ, തമിഴ് ചലച്ചിത്രഗാന പരിപാടി തേനിസൈ ഒക്കെ ഭാഷയ്ക്കതീതമായി ശ്രോതാക്കൾ ഇഷ്ടപ്പെടുന്നവയാണ്. ആയിരത്തി 1923 ഇന്ത്യയിൽ ആദ്യമായി റേഡിയോ ശബ്ദിച്ചെങ്കിലും ഹൈറേഞ്ചിൻ്റെ ആകാശത്ത് റേഡിയോ ശബ്ദം പിറക്കാൻ വീണ്ടും വർഷങ്ങളെടുത്തു. എങ്കിലും നിലയത്തിൻ്റെ ബാല്യകാലത്തു തന്നെ രാജ്യത്തെ പ്രക്ഷേപണ ചരിത്രത്തിലെ പൊൻതൂവലുകളിലൊന്ന് ചൂടാൻ ദേവികുളം നിലയത്തിന് കഴിഞ്ഞു. സന്തോഷത്തോടെയും അഭിമാനത്തോടെയും പറയട്ടെ, രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ റേഡിയോ നാടകം തയ്യാറാക്കി പ്രക്ഷേപണം ചെയ്തത് ഇവിടെ നിന്നാണ്. കാലത്തിൻ്റെ കുതിപ്പിൽ റേഡിയോയ്ക്ക് വില്ലനായി പല മാധ്യമങ്ങൾ വന്നപ്പോഴും ശാന്തമായി പ്രക്ഷേപണം തുടർന്ന ദേവികുളം നിലയം അതിൻ്റെ പ്രക്ഷേപണ ദൗത്യത്തിലെ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചത് കേരളത്തെ പിടിച്ചു കുലുക്കിയ പ്രളയകാലത്തും കോവിഡ് കാലത്തും ആയിരുന്നു. വൈദ്യുതി ബന്ധങ്ങൾ വേർപെട്ട് ജനങ്ങൾ ആകുലരായപ്പോഴും കോവിഡ് മഹാമാരിയിൽ സാധാരണക്കാർ ഒറ്റപ്പെട്ടപ്പോഴും നിലയം അവശ്യ അറിയിപ്പുകളും വിവരങ്ങളും യഥാസമയം നൽകി മലയോര മേഖലയിലെ മണ്ണിൻ്റെ മക്കളുടെ കൂടെ നിന്നു. ചിലപ്പോഴൊക്കെ സായാഹ്ന പ്രക്ഷേപണത്തിനൊപ്പം പകൽ പ്രത്യേക പ്രക്ഷേപണവും ഒരുക്കി ദേവികുളം നിലയം ജനങ്ങളുടെ സുഹൃത്തായും അവശ്യ സമയത്ത് ചേർന്ന് നിന്നു. ജനങ്ങളോട് നേരിട്ട് സംവദിച്ച് ഇഷ്ടഗാനങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്ന കാതോട് കാതോരം പരിപാടിയെപ്പറ്റി അറിയാത്തവർ ഇല്ലെന്ന് തന്നെ പറയാം. കാതോടു കാതോരം കാതോടു കാതോരം കാതോടു കാതോരം കാതോടു
പുതിയ തലമുറയോടൊപ്പം സഞ്ചരിക്കുന്ന നിലയം ഹൃദയരാഗങ്ങൾ എന്ന വാട്സപ്പ് സന്ദേശ ഗാന പരിപാടിയിലൂടെ ഹൈറേഞ്ചിലെ മാത്രമല്ല മറ്റു ജില്ലകളിലെയും ശ്രോതാക്കളുടെ ഹൃദയങ്ങളിലേക്ക് ചേക്കേറി. പുതുതലമുറയെ ഹരം കൊള്ളിക്കുന്ന പുത്തൻ പാട്ടുകളുടെയും മറവിയുടെ അറകളിൽ ഒളിച്ചിരിക്കുന്ന പഴയ പാട്ടുകളെ തട്ടിയുണർത്തി അവതരിപ്പിക്കുന്ന സ്മൃതി നിലാവും ദേവികുളം നിലയത്തിന്റെ പരിപാടികളിൽ വൈവിധ്യത്തെ വിളിച്ചോതുന്നവയാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കർഷകന്റെ രക്തം വിയർപ്പാക്കി ഉൽപ്പാദിപ്പിക്കുന്ന സുഗന്ധവ്യഞ്ജനങ്ങളുടെ നാടിന്റെ FM ആയതുകൊണ്ട് തന്നെ ദേവികുളം സ്പൈസ് FM നിലയത്തിന്റെ പ്രധാന പരിപാടികൾ നാടിന്റെ നട്ടലായ കർഷകർക്ക് വേണ്ടിയുള്ളതാണ്. ജില്ലയിലെ കർഷകരുടെ ജീവിതാനുഭവങ്ങളും കാർഷിക അറിവുകളും പങ്കുവയ്ക്കുന്ന ശ്രദ്ധേയമായ പരിപാടിയാണ് കിസാൻ വാണി. ഇടുക്കിയെ ലോക ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയ സുഗന്ധവിളകളും മറയൂർ ശർക്കര, കാന്തല്ലൂർ, വട്ടവട എന്നിവിടങ്ങളിലെ വെളുത്തുള്ളി, ശീതകാല പച്ചക്കറി കൃഷികളുടെ വിശേഷങ്ങളും ഉൾപ്പെടെ ഈ മരതക നാടിന്റെ കൃഷി സമൃദ്ധിയും പൊടിക്കൈകളുമൊക്കെ ചേർന്ന ഒരു കൃഷി വിജ്ഞാന മന്ത്രമായി ശ്രോതാക്കൾ കിസാൻ വാണിയെ കേൾക്കുന്നു. കിസാൻ വാണി. ജില്ലയിലെ കോളേജ് വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും വിജ്ഞാന വിനോദ ലോകത്തേക്ക് ആനയിക്കാൻ ദേവികുളം നിലയം യുവതയുടെ ശബ്ദമായ യുവവാണിയായി മാറുമ്പോൾ വഴിതെറ്റുന്ന യുവത്വത്തെ അറിവിൻ്റെയും കലകളുടെയും ലോകത്തേക്ക് വെളിച്ചം തെളിയിക്കുന്ന നുറുങ്ങുവട്ടമാകുന്നു. യുവജനത തങ്ങളുടെ ചിന്തകളെയും അഭിപ്രായങ്ങളെയും ചർച്ചകളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും വിവരിക്കുമ്പോൾ ദേവികുളം നിലയം പ്രക്ഷേപണം ചെയ്യുന്ന യുവവാണി നാളെയുടെ പ്രത്യാശ കൂടിയാണ്. യുവവാണി. കേരളത്തിലെ ഇതര ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമായി സാഹിത്യകാരന്മാർക്ക് വളരാൻ തണൽ മരങ്ങളില്ലാത്ത നാടാണ് ഇടുക്കി, പ്രത്യേകിച്ചും മലയോര മേഖല. സ്വന്തം കൈപ്പടയിൽ അച്ചടിമഷി പുരളാൻ കോട്ടയത്തേക്ക് യാത്ര ചെയ്യുന്ന ഇടുക്കിയുടെ കവികളും കലാകാരന്മാരും സ്വന്തം നാട്ടിൽ പടർന്നു പന്തലിക്കാൻ അവസരം നൽകുന്ന ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയ മാധ്യമമാണ് ദേവികുളം സ്പൈസ് FM. തങ്ങളുടെ അക്ഷരങ്ങൾക്ക് ജീവനും ശ്വാസവും ശബ്ദവും നൽകി നിലയത്തിന്റെ ഭാഗമായവരാണ് ഇടുക്കിയുടെ സാഹിത്യകാരന്മാർ. ഇവരെ പിന്തുടർന്ന സാഹിത്യവേളയിലെ ശബ്ദമായി ഇടുക്കിക്ക് സമൃദ്ധമായി സാഹിത്യകാരന്മാരുണ്ടെന്ന് നിലയത്തിലെ സാഹിത്യവേള വിളിച്ചു പറയുന്നു. സാഹിത്യവേള. മലയോര മേഖലയിലെ ജോലി തിരക്കുകൾക്കിടയിൽ ഒതുങ്ങുന്ന സ്ത്രീകളിലെ കഴിവുറ്റ പ്രതിഭകൾ അങ്കണത്തിൽ വിസ്മയമൊരുക്കുമ്പോൾ നിലയം സമൂഹത്തിന് മുഴുവൻ മാതൃകയാകുന്നുണ്ട്. അങ്കണം സ്ത്രീകൾക്കായുള്ള പരിപാടി. കുട്ടിച്ചങ്ങാതിമാർ മാറ്റുരയ്ക്കുന്ന ഇതളുകൾ സംഗീത സാന്ദ്രമായ നിമിഷങ്ങളെ അകത്തളങ്ങളിൽ എത്തിക്കുന്നു. ദേവികുളം നിലയത്തിന്റെ ഭാഗമായ ഇതളുകളിൽ എത്താത്ത വിദ്യാലയങ്ങൾ ജില്ലയിൽ ഇല്ലെന്ന് തന്നെ പറയാം. ചെറുപ്പം മുതലേ ഇത്തരം പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നത് കുട്ടികളുടെ ബൗദ്ധിക മാനസിക വളർച്ചയെ സ്വാധീനിക്കുമെന്നറിയാവുന്ന സ്കൂൾ അധികൃതരും അധ്യാപകരും ഇതളുകളിലെ അവസരത്തിനായി കാത്തിരിക്കുന്നത് നിലയത്തിന് അഭിമാനം തന്നെയാണ്.
മാധ്യമരംഗത്തെ പ്രഗത്ഭരായ പല വ്യക്തികളും വിവിധ കാലഘട്ടങ്ങളിൽ നിലയത്തിന് താങ്ങായി നിന്നവരാണ്. നവമാധ്യമങ്ങളിലൂടെ പുതുതലമുറ നിരന്തരം സംവദിക്കുന്ന ഇക്കാലത്ത് ശ്രോതാക്കളുടെ പ്രിയപ്പെട്ട ദേവികുളം സ്പൈസ് എഫും പുത്തൻ തലമുറ ശ്രോതാക്കളെ നെഞ്ചോട് ചേർക്കാനുള്ള പരിശ്രമത്തിലാണ്. ആകാശവാണി ദേവികുളം 101.4 സ്പൈസ് എഫും ഫേസ്ബുക്ക് പേജും ഓൾ ഇന്ത്യ റേഡിയോ ദേവികുളം യൂട്യൂബ് ചാനലും നിലയത്തിൻ്റെ പരിപാടികളുടെ പ്രചാരകരായി സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു. ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെ ഭൂഗോളത്തിൻ്റെ എല്ലാ ഇടങ്ങളിലുമുള്ള ശ്രോതാക്കളിലേക്ക് സ്പൈസ് എഫും പരിപാടികളുടെ വൈവിധ്യവുമായി കടന്നു ചെല്ലുന്നു. 32 വർഷക്കാലം കോടമഞ്ഞിൻ്റെ നാട്ടിൽ നിന്ന് സ്നേഹമന്ത്രണം പോലെ കിനിഞ്ഞിറങ്ങുകയാണ് സ്പൈസ് എഫും എന്ന സുഗന്ധം. ശബ്ദവീജികളിലൂടെ പാട്ടും പറച്ചിലുമായി. ആകാശവാണി ദേവികുളം നിലയത്തിൻ്റെ പിറന്നാൾ എന്നത് ഒരു റേഡിയോ സ്റ്റേഷൻ്റെ വാർഷികാഘോഷം മാത്രമല്ല, മലനാടിൻ്റെ ഹൃദയമിടിപ്പിനോട് ചേർന്ന് നിൽക്കുന്ന ശബ്ദ പാരമ്പര്യത്തിൻ്റെ മഹത്വം സ്മരിക്കുന്ന ദിനവുമാണ്. വർഷങ്ങളായി ആകാശവാണി ദേവികുളം സംഗീതം, സാഹിത്യം, കാർഷിക വിദ്യ, ആരോഗ്യ ബോധവൽക്കരണം, വിദ്യാഭ്യാസ പരിപാടികൾ എന്നിവയിലൂടെ പ്രാദേശിക സമൂഹത്തിൻ്റെ ദിനചര്യയിൽ അഭിന്ന ഘടകമായി മാറി. മലനാടൻ ജീവിതത്തിൻ്റെ നിഷ്കളങ്കതയും പ്രകൃതി സൗന്ദര്യവും പ്രതിഫലിപ്പിക്കുന്ന നാടൻ പാട്ടുകൾക്കും പുതുതലമുറയെ ചിന്തിപ്പിക്കുന്ന ചർച്ചകൾക്കും അറിവ് പകരുന്ന പ്രത്യേക പരിപാടികൾക്കും ഈ നിലയം വേദിയായിട്ടുണ്ട്. അവതാരകരുടെ ആത്മാർത്ഥമായ ശബ്ദവും സാങ്കേതിക പ്രവർത്തകരുടെ നിർവ്യാജ പരിശ്രമവും ചേർന്നാണ് ശ്രോതാക്കളുടെ വിശ്വാസം നേടിയെടുത്തത്. ഏലക്കാടിൻ സുഗന്ധം, തേയില തളിർക്കും വസന്തം, അരുവികൾ പാടുന്നു. ഹൈറേഞ്ചിന്റെ ശബ്ദം. പിറന്നാൾ ദിനം കലാകാരന്മാരെയും എഴുത്തുകാരെയും സാമൂഹ്യ പ്രവർത്തകരെയും ശ്രോതാക്കളെയും ഒരുമിപ്പിച്ച് സൃഷ്ടിപരമായ സംഭാവനകളെ ആദരിക്കുകയും പഴയ ഓർമ്മകളെ പുതുക്കുകയും പുതിയ സ്വപ്നങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്യുന്നു. ശബ്ദതരംഗങ്ങളിലൂടെ ദൂരങ്ങളെ അടുത്താക്കിയ അറിവിനെയും വിനോദത്തെയും സമന്വയിപ്പിച്ചും ആകാശവാണി ദേവികുളം നിലയം ഭാവിയിലും പുതുമയും പ്രതിബദ്ധതയും കൈവിടാതെ മലനാടിൻ്റെ സ്വരമായി തന്നെ തുടരട്ടെ. ആകാശവീഥിയിലെ ശബ്ദവിസ്മയം. ആകാശവാണി ദേവികുളം നിലയത്തിന്റെ 32ാം വാർഷികത്തോടനുബന്ധിച്ച് തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയാണ് നിങ്ങൾ കേട്ടത്. ആഖ്യാനം CS സുരേഷ് കുമാർ, ബിനു റോയ്. സഹകരണം KC വിദ്യാപ്രകാശ്, MB ബിജു, ഹരിപ്രിയ. സാങ്കേതിക സഹായം S ഗോവിന്ദപ്രസാദ്. പ്രിയ ശ്രോതാക്കളെ, ദേവികുളം നിലയത്തിൻ്റെ പിറന്നാൾ ആഘോഷത്തോടനുബന്ധിച്ച് സാഹിത്യ മേഖലയിലും സാംസ്കാരിക മേഖലയിലും ഉള്ള പ്രമുഖ വ്യക്തികളുടെ ആശംസകൾ കേൾക്കാം. ആദ്യമായി ദേവികുളം സബ് കളക്ടർ ആര്യ VM IAS. നമസ്കാരം, ഞാൻ ആര്യ, ദേവികുളം സബ് കളക്ടറാണ്. കഴിഞ്ഞ 32 വർഷമായി ഭൂപ്രകൃതിയും സുഗന്ധവ്യഞ്ജനങ്ങളും തേയിലയും അതോടൊപ്പം തന്നെ ഇവിടുത്തെ നാട്ടുകാരുടെ മനസ്സും കൊണ്ട് വളരെ സമ്പന്നമായ ഇടുക്കിയുടെ ഹൃദയഭാഗമായി തന്നെ നമുക്ക് കരുതാവുന്ന മൂന്നാറും അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളും ഉൾപ്പെടുന്ന ദേവികുളത്തിലെ ആൾക്കാർക്ക് ഒരു ശ്രവ്യമാധ്യമം എന്നതിലുപരി അവരുടെ പ്രധാന വിനോദമാർഗമായും അതോടൊപ്പം തന്നെ അവരുടെ വീട്ടിലെ ഒരു അംഗത്തെപ്പോലെയും നിലനിന്നിരുന്ന ആകാശവാണി സ്പൈസ് എഫ്എമ്മിൻ്റെ 32ാം വാർഷികം ആഘോഷിക്കുകയാണ് നമ്മളെല്ലാവരും. ഇവിടെ മുൻപുണ്ടായിരുന്ന ഹൈറേഞ്ചിൻ്റെ ഹൃദയത്തിലേക്ക് എന്ന പരിപാടിയുടെ പേര് അന്വർത്ഥമാക്കുന്ന പോലെ അനേകം മലയാളികളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ഒന്നാണ് ആകാശവാണി. മൂന്നാറിൻ്റെ തണുപ്പിലും കോരി ചൊരിയുന്ന മഴയിലും അതോടൊപ്പം തന്നെ ടൂറിസ്റ്റുകളുടെ തിക്കിലും തിരക്കിലും ഒക്കെ തന്നെ ആൾക്കാർക്ക് സന്തോഷവും അതോടൊപ്പം തന്നെ
വിജ്ഞാനവും പകർന്നു കൊടുത്ത ആകാശവാണി സ്പൈസ് എഫ് എമ്മിന് അവരുടെ 32ാം വാർഷിക വേളയിൽ എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി. ആന്റണി മുനിയറ. നമസ്കാരം, ഞാൻ ആൻ്റണി മുനിയറ. ആകാശവാണി ദേവികുളം നിലയവുമായിട്ടുള്ള ബന്ധം ആരംഭിക്കുന്നത് അവിടെ പ്രസരണി സ്ഥാപിച്ച കാലം മുതൽക്കാണ്. ഏതാണ്ട് 4 നൂറ്റാണ്ട് കാലം ദേവികുളം ആകാശവാണി നിലയത്തിനോടൊപ്പം സഞ്ചരിക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു ഭാഗ്യമായി ഞാൻ കാണുന്നു. ഹൈറേഞ്ച് വൃത്താന്തം പരിപാടിയിലൂടെയും പിന്നീട് കിസാൻ വാണി പരിപാടിയിലൂടെയും സാഹിത്യ സംബന്ധമായ ഒട്ടേറെ പരിപാടികളിലൂടെയും ബന്ധപ്പെട്ട് ആകാശവാണിയിലൂടെ ഏറെ പരിപാടികൾ കർഷകരെ ഇൻ്റർവ്യൂ ചെയ്ത് ഇടുക്കി ജില്ലയുടെ സമീപ ജില്ലകളുടെയെല്ലാം സാംസ്കാരിക, സാഹിത്യ, കാർഷിക ഭൂപടത്തിൽ അടയാളപ്പെടുത്തി നീങ്ങുന്ന ആകാശവാണി ദേവികുളം നിലയം എനിക്കേറെ പ്രിയതരമാണ്. അവിടെ എത്തിയിട്ടുള്ള, സേവനം ചെയ്തിട്ടുള്ള എല്ലാ പ്രോഗ്രാം എക്സിക്യൂട്ടീവുകളും സ്റ്റേഷൻ അധികാരികളും എനിക്കേറെ പ്രിയങ്കരരാണ്. ഇപ്പോൾ 32ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഒരുപാട് ഓർമ്മകൾ മനസ്സിലൂടെ കടന്നു പോകുന്നു. യാതൊരു സാങ്കേതിക സംവിധാനവും കാര്യമായി ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തിലാണ് ആകാശവാണി ദേവികുളം നിലയത്തിൽ സ്പൂൾ എഡിറ്റിങ്ങിലൂടെ കടന്നു ചെന്നത്. അന്ന് എന്നെ സഹായിച്ച ഒട്ടേറെ ഉദ്യോഗസ്ഥരുണ്ട്. അവരുടെ ആരുടെയെങ്കിലും പേര് പരാമർശിച്ചാൽ ഒട്ടേറെ ആളുകളുടെ പേര് പറയേണ്ടി വരും എന്നുള്ളതുകൊണ്ട് ഞാൻ ആ പേരുകളൊന്നും പറയുന്നില്ല. ഒരുപാട് നന്ദിയും സ്നേഹവും ആദരവും ഞാൻ അവരോട് അറിയിക്കുകയാണ്. സങ്കടങ്ങളും നിറഞ്ഞ ഒരുപാട് ഓർമ്മകളുണ്ട്. അതിലേറ്റവും മുന്നിൽ നിൽക്കുന്നത് തങ്കമണിയുടെ വേർപാടാണ്. എന്തായാലും ആകാശവാണി ദേവികുളം നിലയം 32ാം വാർഷികത്തിലേക്ക് എത്തിയെന്നറിയുമ്പോൾ ഒരുപാട് അഭിമാനവും ആഹ്ലാദവും സന്തോഷവും കൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു. മനീഷ് MP. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, 32 വർഷങ്ങൾ ആഘോഷിക്കുന്ന സ്പൈസ് എഫ്എമ്മിന് എല്ലാ ആശംസകളും നേരുന്നു. ഈ 32 വർഷങ്ങളിൽ 5 വർഷങ്ങൾ അവിടെ സേവനമനുഷ്ഠിക്കാൻ കഴിഞ്ഞത് വളരെ ഭാഗ്യമായി കരുതുന്നു. ഒരു പ്രക്ഷേപകൻ എന്ന നിലയിൽ, മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ നമ്മുടെ കൂടുതൽ കർമ്മമേഖല വികസിപ്പിക്കാനും അത്തരം കാര്യങ്ങളിലേക്ക് സ്വന്തമായി തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകാനും ഒക്കെയുള്ള ഒരു പ്രാപ്തി തന്ന 5 വർഷങ്ങളാണ് ഇത്. ഒരുപാട് പുതിയ കാര്യങ്ങൾ പഠിച്ച ഇടമാണ്. സ്റ്റേഷനുമായി സംബന്ധിച്ചും അല്ലാതെയും. തിരുവനന്തപുരം പോലത്തെ ഒരു വലിയ സ്റ്റേഷനിൽ നിന്ന് അതത് സെക്ഷനുകളുടെ കാര്യങ്ങൾ മാത്രം നോക്കിക്കൊണ്ടിരുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ദേവികുളം എന്നെ സംബന്ധിച്ചുള്ള ഒരു വലിയ പാഠശാലയായിരുന്നു. ആ 5 വർഷങ്ങൾ ദേവികുളം എന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ച ഒരിടമാണ് ദേവികുളം. അത് വളരെ സന്തോഷപൂർവ്വം ഓർമ്മിക്കുന്നു. ഒരുപാട് നല്ല ഓർമ്മകൾ ദേവികുളവുമായി ബന്ധപ്പെട്ടുണ്ട്. ഒരുപാട് ചിത്രങ്ങൾ എനിക്ക് എടുക്കാൻ പറ്റിയതാണ്. ദേവികുളത്തു നിന്ന് കിട്ടിയതാണ്. ഒരുപാട് പക്ഷികൾ വരുന്നത് കൊണ്ട് തന്നെ ഒരുപാട് പക്ഷികളെ കാണാനും അവയുടെയൊക്കെ ചിത്രങ്ങൾ എടുക്കാനും ഒക്കെയുള്ള ഒരു അവസരം ദേവികുളമാണ് എനിക്ക് തന്നത്. ഒരുപക്ഷെ പഠനകാലത്തിന് ശേഷം പിന്നെ വളരെ കുറച്ചു കാലമേ ഞാൻ എൻ്റെ ക്യാമറ ഉപയോഗിച്ചിരുന്നുള്ളൂ. ഒരു 10-12 വർഷത്തിന് ശേഷം എൻ്റെ ക്യാമറയ്ക്കൊരു ശാപമോക്ഷം കിട്ടിയത് ഞാൻ ദേവികുളത്ത് വരുമ്പോഴാണ്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു തന്ന ഒരു ഇടമാണത്. ആ ഇടത്തിനെ വളരെ സ്നേഹപൂർവ്വം ഓർമ്മിക്കുന്നു. ഈ ആഘോഷം ഗംഭീരമാകട്ടെ. ഇനിയുമുള്ള ആഘോഷങ്ങളിൽ എല്ലാ ആശംസകളും നേരുന്നു. ഇതിപ്പോൾ ഒരു എളിയ രീതിയിലാണെങ്കിലും ഇത്തരം ഒരു ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കാൻ നിങ്ങളെല്ലാവരും കാണിക്കുന്ന ആ ഒരു ഊർജത്തിന് വളരെയധികം സന്തോഷമുണ്ട്. നേരിട്ട് എത്താൻ കഴിഞ്ഞില്ല എങ്കിലും എല്ലാ ആശംസകളും ഒപ്പമുണ്ട്. എന്നും നെഞ്ചോട് ചേർന്ന് നിൽക്കുന്ന ഒരിടം തന്നെയാണ് ദേവികുളവും സ്പൈസ് എഫ്എമ്മും. അരുവികൾ പാടട്ടെ, മലകൾ പാടട്ടെ, കേൾക്കാതിരിക്കുന്നത് എങ്ങനെ. മാത്യു ജോസഫ്. ആകാശവാണിയുടെ ദേവികുളം നിലയം ഫെബ്രുവരി 23-ന് 32ാം വാർഷികം ആഘോഷിക്കുന്നതായി അറിഞ്ഞു. വളരെ സന്തോഷമുള്ള കാര്യമാണ്. 2022 നവംബർ മുതൽ 2025 ഏപ്രിൽ വരെ 2.5 വർഷക്കാലം ദേവികുളം നിലയത്തിൽ പ്രവർത്തിച്ചിരുന്നു. അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും
മനോഹരമായ മറക്കാനാവാത്തൊരനുഭവമായിട്ടാണ് ഞാൻ കരുതുന്നത്. ആദ്യം ഒരു പ്രോഗ്രാം ഓഫീസറായും അവസാനം പ്രോഗ്രാം മേധാവിയായും പ്രവർത്തിക്കാൻ എനിക്ക് സാധിച്ചു. അതുപോലെ തന്നെ കിസാൻ മണി എന്ന പരിപാടിയുടെ ചുമതലക്കാരനായി പ്രവർത്തിക്കാൻ സാധിച്ചതിലൂടെ ഇടുക്കി ജില്ലയിലെ മിക്കവാറും എല്ലാ പഞ്ചായത്തുകളിലൂടെയും സഞ്ചരിക്കുവാനും അവിടുത്തെ കർഷകരുടെ ഹൃദയസ്പന്ദനങ്ങൾ തൊട്ടറിയുവാനും എനിക്ക് സാധിച്ചു. അതൊക്കെ ജീവിതത്തിലെ അമൂല്യമായ അനുഭവമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഇന്നിപ്പോൾ ജോലിയിൽ നിന്ന് വിരമിച്ച് കോഴിക്കോട് വീട്ടിൽ വിശ്രമ ജീവിതം നയിക്കുന്ന ഞാൻ ആ ദിവസങ്ങളെ ഓർത്ത് ഇപ്പോഴും ഒരുതരം ഗൃഹാതുരത്വം അനുഭവിക്കുകയാണ്. ഏതായാലും 32ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഈ നിലയത്തിന് എല്ലാവിധ ആശംസകളും അവിടെ പ്രവർത്തിക്കുന്നവർക്കും പ്രക്ഷേപകർക്കുമൊക്കെ എല്ലാവിധ ആശംസകളും നേരാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. കല. ദേവികുളം ആകാശവാണിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നമസ്കാരം. ഞാൻ കല. ഞാനൊരു അധ്യാപികയാണ്. ദേവികുളം ആകാശവാണിയുടെ മിക്ക പ്രോഗ്രാംസും ഞാൻ കേൾക്കാറുണ്ട്. എസ്പെഷ്യലി തമിഴ് മാലൈ പ്രോഗ്രാം. ഒരിക്കലും ഞാനത് മിസ് ചെയ്തില്ല. അതിൽ ഓരോ വ്യക്തിയെ കുറിച്ചും അല്ലെങ്കിൽ ഒരു ദിനാചരണമായിക്കോട്ടെ വിശദ വിവരങ്ങളോട് അവർ നല്ല നമുക്ക് നോട്ട്സ് എടുത്ത് വയ്ക്കത്തക്ക രീതിയിൽ ആ പ്രോഗ്രാംസ് അവതരിപ്പിക്കുന്നുണ്ട്. അത് സ്റ്റുഡൻസിനും ഫലപ്രദമാണ്. കൂടാതെ സ്കൂൾ സ്റ്റുഡൻസിൻ്റെ പ്രോഗ്രാംസ് ഇടയ്ക്കിടയ്ക്ക് നടത്തുന്നുണ്ട്. എൻ്റെ സ്കൂളിൽ നിന്നും പിള്ളേരെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്. പിള്ളേർ ഈ പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കുമ്പോൾ അവരുടെ സൗണ്ട് അവർ തന്നെ തിരിച്ച് കേൾക്കുമ്പോൾ അതിലുണ്ടാകുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയ്ക്കും ഭയങ്കര സന്തോഷമായിരിക്കും. പിന്നെ ഈ സ്റ്റുഡൻസിൻ്റെ ഒരു ക്രിയേറ്റിവിറ്റി അത് സംഘടിപ്പിച്ചെടുക്കാനുള്ള ഒരു വേദിയായിട്ടാണ് ഞാനിത് കാണുന്നത്. ബിന്ദു പത്മകുമാർ. നമസ്കാരം, ഞാൻ ബിന്ദു പത്മകുമാർ. മലനാടിൻ്റെ മഞ്ഞും മഴയും കുളിരും താണ്ടി സാധാരണ ജനങ്ങളുടെ ശബ്ദമായി മാറി ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ചിരിക്കുന്ന ആകാശവാണി ദേവികുളം FM നിലയം 32ാം വാർഷികാഘോഷത്തിൻ്റെ നിറവിലാണ്. വിശ്വാസത്തിൻ്റെ, സമർപ്പണത്തിൻ്റെ, ആത്മബന്ധങ്ങളുടെ ഈ ദീർഘയാത്രയ്ക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. വാർത്തകളുടെ നാദമായും സംഗീതത്തിൻ്റെ മാധുര്യമായും നാട്ടുഭാവത്തിൻ്റെ സ്പന്ദനമായും ഹൈറേഞ്ച് ജീവിതത്തിൻ്റെ ഭാഗമായിരിക്കുന്ന ആകാശവാണി ദേവികുളം FM നിലയത്തിന് ഇനിയും കൂടുതൽ ഉയരങ്ങൾ കീഴടക്കി തൻ്റെ ജൈത്രയാത്ര നിർബാധം തുടർന്ന് മുന്നേറുവാൻ സാധിക്കട്ടെ. നാടിൻ്റെ സംസ്കാരവും ഭാഷയും മൂല്യങ്ങളും ഒക്കെ സംരക്ഷിച്ച് നിലനിർത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച ആകാശവാണി ദേവികുളം FM നിലയത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട അണിയറ പ്രവർത്തകർക്കും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എൻ്റെ സ്നേഹാശംസകൾ. ജോർജ് അരീപ്ലാക്കൽ. ഞാൻ ജോർജ് അരീപ്ലാക്കൽ. ദേവികുളം ആകാശവാണിയുടെ 32ാമത് വാർഷികാഘോഷം നടക്കുന്നതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു. ദേവികുളം ആകാശവാണിയിലൂടെ ഞാൻ നിരവധി തവണ കഥകളും അവതരിപ്പിച്ചിട്ടുണ്ട്. അതൊരു ഭാഗ്യമായി കരുതുന്നു. ആകാശവാണി ഹൈറേഞ്ച് മേഖലയിലുള്ള സാഹിത്യകാരന്മാർക്ക് ഒരു പ്രചോദനമാണ്, അവരുടെ വളർച്ചയ്ക്ക് ഒരു മുതൽക്കൂട്ടുമാണ്. തുടർന്നും ആകാശവാണി ദേവികുളം നിലയം കൂടുതലായി പ്രശോഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മിനി മീനാക്ഷി. ഇന്ന് ഫെബ്രുവരി 23 ദേവികുളം ആകാശവാണിയുടെ 32ാമത്തെ വാർഷികമാണ്. ഈ വാർഷികാഘോഷത്തിൽ പങ്കുചേരുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പല വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കോളേജിൽ പഠിച്ചിരുന്നപ്പോൾ ഞാൻ ഇവിടെ പോയി ഒരു പ്രയർ സോങ് ഒക്കെ പാടിയിട്ടുണ്ട്. ആ ഒരു ഓർമ്മകളൊക്കെ വന്നു പോകുന്നുണ്ട്. എല്ലാവരും ദേവികുളം ആകാശവാണി പ്രോഗ്രാംസ് കേൾക്കുക, സന്തോഷപ്പെടുക, ഹാപ്പി ആയിട്ടിരിക്കുക എന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വക നന്ദിയും നമസ്കാരവും. മോബിൻ മോഹൻ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ മോബിൻ മോഹൻ. ആകാശവാണി ദേവികുളം നിലയത്തിൽ നിന്നുള്ള ശബ്ദവീചികൾ മലയാള നാടിനൊപ്പം, പ്രത്യേകിച്ച് മലയോര നാടിനൊപ്പം അറിവായി ആഹ്ലാദമായി ഒപ്പം കൂടിയിട്ട്
32 വർഷങ്ങൾ തികയുകയാണ്. സഫലമായ 32 വർഷത്തെ പ്രക്ഷേപണ ചരിത്രം. നന്ദിയോടെ, വളരെ സ്നേഹത്തോടു കൂടി ആ പ്രക്ഷേപണ ചരിത്രത്തെ ഞാൻ ഓർക്കുകയാണ്. ഒപ്പം വാക്കായി വീണ്ടും മലയാളികൾക്കൊപ്പം സഞ്ചരിക്കാൻ ഇനിയും ഒരുപാട് വർഷങ്ങൾ ദേവികുളം നിലയത്തിന് സാധിക്കട്ടെ എന്ന് ആശിക്കുന്നു, ആശംസിക്കുന്നു. കാഞ്ചിയാർ രാജൻ. ഞാൻ കാഞ്ചിയാർ രാജൻ. ആകാശവാണി ദേവികുളം നിലയത്തിൻ്റെ 32ാം വാർഷികം ആഘോഷിക്കുന്നു എന്നറിയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. പ്രധാനമായും ഇടുക്കിക്കാർക്ക് വേണ്ടി 1994 പ്രവർത്തിച്ചു തുടങ്ങിയ നിലയം തൊഴിലാളികളെയും കൃഷിക്കാരെയും ഉൾപ്പെടെ ഈ മലമടക്കുകളിലെ സമസ്ത ജനവിഭാഗങ്ങളെയും എക്കാലവും ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുവാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കിസാൻ വാണി, ഇതളുകൾ, സാഹിത്യവേള തുടങ്ങിയ പരിപാടികൾ ശ്രദ്ധേയം. ഇടുക്കിയിൽ പുതിയ എഴുത്തുകാരെ സൃഷ്ടിക്കുന്നതിൽ നിലയം വഹിച്ചുകൊണ്ടിരിക്കുന്ന പങ്ക് വളരെ വലുതാണ്. ദേവികുളം നിലയത്തിൻ്റെ 32ാം വാർഷികാഘോഷങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നന്മകളും നേരുന്നു. റെജി നളന്ത. പ്രിയമുള്ളവരെ, ഞാൻ അടിമാലിയിൽ നിന്നും റെജി നളന്ത. ആകാശവാണി ദേവികുളം നിലയം പ്രവർത്തനം ആരംഭിച്ചിട്ട് 3 പതിറ്റാണ്ടുകൾ പിന്നിടുകയാണ്. പലപ്പോഴായി അവിടെ വരുന്നതിനും പരിപാടികൾ അവതരിപ്പിക്കുന്നതിനുമൊക്കെ അവസരമുണ്ടായിട്ടുണ്ട്. ആകാശവാണി ദേവികുളം നിലയത്തിൻ്റെ ഈ മുന്നോട്ടുള്ള യാത്രയിൽ എല്ലാ വിജയാശംസകളും നേരുന്നു. തങ്കച്ചൻ മരിയാപുരം. ഞാൻ തങ്കച്ചൻ മരിയാപുരമാണ്. ഇടുക്കി താമസിക്കുന്നു. ആകാശവാണി ദേവികുളം സ്റ്റേഷൻ തുടങ്ങിയിട്ട് 32 വർഷം കഴിഞ്ഞു എന്നറിയുന്നു. 3 പതിറ്റാണ്ടിലധികമായിട്ട് സാമൂഹിക മേഖലയിലും എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കാനും നാടകം, സിനിമ, കലാരംഗങ്ങൾ ഒക്കെ രചിപ്പിക്കാനായിട്ട് ആകാശവാണി ദേവികുളം ചെയ്ത പ്രവർത്തനങ്ങൾ വളരെ ശ്ലാഘനീയമാണ്. ഞാനും പലതവണ ആകാശവാണിയിൽ വന്ന് കഥകൾ അവതരിപ്പിക്കാനും മറ്റ് പ്രഭാഷണങ്ങൾ നടത്താനും എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അതൊക്കെ എൻ്റെ എഴുത്ത് ജീവിതത്തെയൊക്കെ ആകാശവാണി ഒത്തിരി പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ആകാശവാണിക്ക് ഇനിയും ദീർഘനാൾ ഇതിലും കരുത്തോടെ ഞാൻ ഹൃദയങ്ങളിൽ ഇടം പ്രാപിക്കാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം. കെ ആർ രാമചന്ദ്രൻ. ഞാൻ കെ ആർ രാമചന്ദ്രൻ. ദേവികുളം ആകാശവാണിയുടെ 32ാം വാർഷികാഘോഷത്തിന് എല്ലാവിധ ആശംസകളും. മലമടക്കുകളിൽ നിന്നും ഒട്ടേറെ സാഹിത്യ പ്രതിഭകളെ കണ്ടെത്തി മലയാളി മനസ്സുകളിൽ എത്തിക്കുവാൻ കഴിഞ്ഞതിൽ ആകാശവാണിക്ക് അഭിമാനിക്കാം. ആശംസകൾ. കെ ജയചന്ദ്രൻ. ഞാൻ കെ ജയചന്ദ്രൻ. ആകാശവാണി ദേവികുളം നിലയത്തിൻ്റെ 32ാമത് വാർഷിക ആഘോഷങ്ങൾക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് സമസ്ത മേഖലകളിലും സാധ്യമായ ഇടപെടലുകൾ നടത്താൻ ആകാശവാണി ദേവികുളം നിലയത്തിന് സാധിക്കുന്നു എന്നത് അഭിമാനാർഹമാണ്. ഇനിയും നിരവധി ആളുകൾക്ക് പ്രോത്സാഹനമാകുവാൻ ഈ നിലയത്തിന് കഴിയട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ഒരു ആശംസ കൂടി കേൾക്കാം. ആകാശവാണി ദേവികുളം നിലയത്തിൻ്റെ 32ാം വാർഷികാഘോഷത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. കഴിഞ്ഞ 32 വർഷമായി ഇടുക്കി ജില്ലയിലെ പ്രത്യേകിച്ച് കർഷകരുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ വളരെയേറെ ഇടപെടൽ നടത്തിയിട്ടുള്ള ഒരു സ്ഥാപനമാണ് ആകാശവാണി ദേവികുളം നിലയം. പ്രത്യേകിച്ച് കാർഷികമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ അധികരിച്ചു നിൽക്കുന്ന ഒരു ജില്ലയിൽ ആകാശവാണി പോലെയുള്ള ഒരു മീഡിയ വളരെ കൃത്യതയോടുകൂടി കർഷകരെ സംഘടിപ്പിച്ച് കർഷകരുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയും അത് അധികൃതരുടെ ഭാഗത്ത് എത്തിക്കുകയും ചെയ്യുന്നതിൽ ഒരു പരിധിവരെ വിജയിച്ചു എന്നുള്ളതാണ് എൻ്റെ സത്യം. ഈ കാലഘട്ടങ്ങളിൽ ജില്ലയിൽ അനുഭവപ്പെട്ടുള്ള എല്ലാ പ്രശ്നങ്ങളിലും ഇടപെട്ടു എന്നുള്ളതും മറ്റൊരു എടുത്തു പറയേണ്ട കാര്യമാണ്. അങ്ങനെ കർഷകരോടൊപ്പം നിന്ന്, ജനങ്ങളോടൊപ്പം നിന്ന്, കർഷകരുടെ നാവായി ഇടുക്കി ജില്ലയുടെ ശബ്ദമായി മാറിയ ആകാശവാണി നിലയത്തിന് ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേരുന്നു. തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ കർഷകർക്ക് ഏറ്റവും നല്ല പ്രചോദനമായി ദേവികുളം ആകാശവാണി നിലയം പ്രവർത്തിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി ദേവികുളം നിലയം 32ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടിയാണ് പ്രിയ ശ്രോതാക്കൾ സ്പൈസ് എഫ്എമ്മിൽ ഇപ്പോൾ കേട്ടത്.